വോട്ടിംഗ് മെഷീനുകൾക്കെതിരായ ആരോപണങ്ങൾ പാടെ തള്ളി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. EVM-നെതിരായ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതം. എല്ലാ തെരഞ്ഞെടുപ്പും നടത്തുന്നത് സുതാര്യമായാണ്. ആരോപണങ്ങൾ വേദനിപ്പിച്ചെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ പറഞ്ഞു. ഗൗതം, EVM അത് എപ്പോഴും പ്രതിപക്ഷം പ്രതിസ്ഥാനത്ത് നിർത്തിയത് EVM-നെയാണ്. പക്ഷേ വോട്ടിംഗ് മെഷീനുകൾക്കെതിരെ ഉള്ള ആരോപണങ്ങളെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയിരിക്കുന്നു. വളരെ സുതാര്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ മാത്രമേ പാലിക്കുന്നുള്ളൂ എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. ഗൗതം, എന്താണ് മറ്റ് വിശദാംശങ്ങൾ? അനിൽ നമ്പ്യാർ, ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറിൻ്റെ ഔദ്യോഗികമായുള്ള അവസാന വാർത്താ സമ്മേളനമാണ് ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ വിഗ്യാൻ ഭവനിൽ നടന്നത്. നമുക്കറിയാം, അദ്ദേഹം കഴിഞ്ഞ 5 വർഷമായി ഈ വളരെ പ്രധാനപ്പെട്ട ഭരണഘടനാ പദവിയായിട്ടുള്ള മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന ചുമതല വഹിക്കുകയായിരുന്നു. 2020 ബീഹാർ ഇലക്ഷൻ, അതായത് 5 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ പിന്നീട് ഇങ്ങോട്ട് 31 നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ഈ കടന്നുപോയ ലോക്സഭാ തെരഞ്ഞെടുപ്പും, അങ്ങനെ 32 പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾക്ക് നേതൃത്വം നൽകിയ ശേഷമാണ് ഈ രാജീവ് കുമാർ വിരമിക്കാൻ പോകുന്നത്. ആ ഘട്ടത്തിലാണ് അദ്ദേഹം ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. അതായത്, ഓരോ തെരഞ്ഞെടുപ്പുകൾ കഴിയുമ്പോഴും പ്രതിപക്ഷം ഈ വോട്ടിംഗ് മെഷീനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചില കാര്യങ്ങൾ വിശദീകരിച്ചു. ഒന്ന്, ഈ വോട്ടിംഗ് മെഷീനെതിരെ ആരോപണം ഉന്നയിക്കുന്നവർക്ക് അത് തെളിയിക്കുവാൻ ഇന്നേവരെ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, ഇത് സയൻറ്റിഫിക്കായുള്ള ഒന്നാണ്, അതിൽ ഒരു തരത്തിലും ക്രമക്കേട് നടത്തുവാൻ കഴിയില്ല എന്നാണ് രാജീവ് കുമാർ വ്യക്തമാക്കിയത്. അതിന് അദ്ദേഹം കോടതി പറഞ്ഞ കാര്യങ്ങൾ കൂടി വിശദീകരിക്കുന്നുണ്ടായിരുന്നു. കാരണം സുപ്രീം കോടതി ഉൾപ്പെടെ അടുത്തിടെ ഈ EVM-നെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജിക്കാരെ രൂക്ഷ ഭാഷയിലാണ് വിമർശിച്ചത്. മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പിൽ ദയനീയമായി പരാജയപ്പെടുന്ന ഘട്ടത്തിൽ കോൺഗ്രസ് ഒരിക്കൽ കൂടി വോട്ടിംഗ് മെഷീനെ കുറ്റപ്പെടുത്തി രംഗത്തെത്തുന്ന ഘട്ടത്തിൽ കോടതി തന്നെ ചോദിച്ച ഒരു പ്രസക്തമായ ചോദ്യം, നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന ഘട്ടത്തിൽ EVM-നെ കുറ്റപ്പെടുത്തുന്നില്ല, മറിച്ച് പരാജയപ്പെടുത്തുന്ന ഘട്ടത്തിൽ ഈ വോട്ടിംഗ് മെഷീനെ ചോദ്യം ചെയ്യുന്നുവെന്ന് സുപ്രീം കോടതി പരാമർശം തന്നെയുണ്ട്. അപ്പോൾ രാജീവ് കുമാറിന് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം കോടതികൾ ഈ EVM-നെ പറ്റി പറഞ്ഞ കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഈ വോട്ടിംഗ് മെഷീൻ എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പിനായി സജ്ജമാക്കുന്നത്, ആഴ്ചകൾക്ക് മുമ്പ് തന്നെ തുടങ്ങുന്ന പ്രവർത്തനങ്ങൾ, പിന്നീട് വോട്ട് എണ്ണി കഴിയുന്നത് വരെ എങ്ങനെയൊക്കെ ഈ വോട്ടിംഗ് മെഷീനെ സംരക്ഷിക്കുവാൻ സർക്കാർ സംവിധാനവും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും എന്തൊക്കെ ചെയ്യുന്നു എന്ന കാര്യം ഒരു സ്ക്രീൻ പ്രസന്റേഷൻ നടത്തി അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചത്. താൻ 5 വർഷക്കാലം ഈ പദവിയിൽ ഇരിക്കുകയാണ്, വളരെ വിജയകരമായി തെരഞ്ഞെടുപ്പുകൾ പൂർത്തീകരിക്കാൻ സാധിച്ചു, പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിൽ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പുകൾ നടന്നു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ തന്നെ വളരെയധികം വേദനിപ്പിക്കുന്ന ഒന്ന്, ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പരാജയപ്പെടുന്ന ചില പാർട്ടികൾ വളരെ ബോധപൂർവമായി വോട്ടിംഗ് മെഷീനെ കുറ്റപ്പെടുത്തുകയാണ്. ഒരടിസ്ഥാനവുമില്ലാത്തതായ വാദഗതികളാണ് ഇവർ ഉന്നയിക്കുന്നത് എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഈ വാർത്താ സമ്മേളനത്തിൽ തുറന്നടിച്ചത്. EVM-നെതിരായ ആരോപണങ്ങൾ പാടെ തള്ളിക്കളഞ്ഞ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ. ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്.